मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ആരെങ്കിലും രക്ഷിക്കണേ. ഓടിക്കോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? മരത്തിൽ നിങ്ങളെ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. പാമ്പ്, താഴെ ഡോഗ്, മുകളിൽ പാമ്പ്. ഞാൻ എന്ത് ചെയ്യും? ഐഡിയ. ഓടിക്കോ. എന്റെ അമ്മച്ചി താ പിന്നെ വരുന്നു. എന്തോ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇത് അതിനേക്കാൾ ആപത്താണല്ലോ. ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഞാൻ എവിടെയാ വന്നെത്തിയത്? ഇത് കൊള്ളാലോ, വീട്. എന്തായാലും അകത്ത് പോയി നോക്കാം. എന്തായാലും നേരെ ഇരുട്ടി. ഇന്ന് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം. രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. പകലിൽ കിടന്ന് ഉറങ്ങുകയാണോ കഴുതേ? നല്ല കാലം, എഴുന്നേൽപ്പിച്ചു. ഒരു ഭയങ്കര പേടി സ്വപ്നം ഞാൻ കണ്ടോണ്ടിരുന്നത്. ശരി ശരി, നീ കന്നാസാറിന്റെ വീട്ടിലേക്ക് പോയി തൈര് വാങ്ങിച്ചോണ്ട് വാ. ബിരിയാണി ഉണ്ടാക്കാനുള്ളതാ. ഓക്കേ. അതായത് ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു എന്നാണ്. കന്ന സാറേ, ബിരിയാണി തരുമോ? ഞങ്ങൾക്ക് തൈരുണ്ടാക്കാനാ. മണ്ട, ബിരിയാണി ഉണ്ടാക്കാൻ തൈര് ചോദിച്ചു വന്നതായിരിക്കും. ഇപ്പൊ തരാം. അല്ല, ഇതാരാണ്? കൊച്ചുകുട്ടികൾ വിശന്നാൽ പാലിന് വേണ്ടി നിലവിളിച്ച് കരയും. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾക്ക് പോലും മനുഷ്യർക്ക് ഭാവി പറയും. അടികൈ. ഞാൻ എന്തിനടിക്കണം? ഞാൻ മനുഷ്യനല്ലല്ലോ, പൂച്ചയാ. നന്നായിട്ട് പണിയെടുത്താൽ വൈകിട്ടാകുമ്പോൾ കിട്ടും കൂലി. മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഭാവി പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. അടികൈ. പറഞ്ഞോളൂ, നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഞാനൊരു ഭയങ്കര സ്വപ്നം കണ്ടിരുന്നു. ഇനി എന്താ ചെയ്യാ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ അമ്മച്ചി. അയ്യോ തീ. ആഹാ, നിങ്ങളുടെ ഭാവി വളരെ ഉത്തമമാണ്. ആരായി ഉത്തമൻ? അയാളെ കൊണ്ട് എന്റെ ഭാവി എങ്ങനെ നന്നാക്കാൻ പറ്റും? പൊറോട്ടയുടെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ ചിക്കൻ കറിയാണ് നല്ലത്. ഉത്തമൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഉത്തമം, അതായത് നല്ലത്. അടികൈ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ്. നിങ്ങൾക്ക് ആയുസ് വളരെ കൂടുതലാണ്. കൊള്ളാലോ, അങ്ങ് വലിയൊരു ജ്ഞാനി തന്നെയാണ്. ഇന്നാ തൈര്. ഇത് കുറച്ചേ ഉള്ളൂ. ഞാൻ പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. പുറകോട്ട് പോകൂ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. ഇൻസ്പെക്ടർ പാണ്ട,
ഷൂട്ടിംഗ് നടക്കുകയാണോ? ആരാ ഹീറോ? കാനു കബാഡി. ഇതെവിടുത്തെ ഹീറോ ആണ്? അയാള് ഹീറോ അല്ല, ഗാങ്സ്റ്റർ ആണ്. അയാളുടെ കൂട്ടുകാരെ ജയിലിൽ നിന്ന് തുറന്നു വിടാനായി അയാൾ ഈ മോളിനെ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്താ അവരെ പോയി പിടിക്കാഞ്ഞത്? ഈഷ്, അകത്തേക്ക് പോയാലേ അവന്മാർ എന്നെ ഷൂട്ട് ചെയ്യും. ഭയങ്കര അപകടകാരികളാണ്, സംശയമുണ്ടോ? ഞാൻ ചെന്ന് അവരെ പിടിക്കാൻ പോവുകയാണ്. നിനക്കെന്താ വട്ടുണ്ടോ? അവൻ ഗാങ്സ്റ്ററാ, അവൻ വെടിവെച്ച് നിന്റെ പണി തീർക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ ആയുസ് കൂടുതലാണെന്ന് ഒരു ജ്യോതിഷ് ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട ഹണി, പോകരുത്. ജ്യോതിഷന്മാര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്, പറഞ്ഞാ കേക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല. അയാള് സാധാരണക്കാരനല്ല, വളരെ വലിയൊരു ജ്യോതിഷിയാണ്. ആ കഴുത അകത്തേക്ക് പോയല്ലോ, നമ്മൾ അവനെ രക്ഷിച്ചേ മതിയാകൂ. വരൂ, വെവ്വേറെ വഴികളിലൂടെ നമുക്ക് അകത്തേക്ക് പോകാം. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഇതിനകത്തേക്ക് വരും? ഒരുപാട് ധൈര്യമുള്ളതുകൊണ്ടാ വന്നത്. അവിടെ നിൽക്ക, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ച് വീഴ്ത്തും. നീ എന്നെ വെടിവെച്ച് വീഴ്ത്തുന്നതിന് മുൻപ് തന്നെ അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ ഒരു നോക്കിക്കോ. കാലു കബാഡി എന്നാ എന്റെ പേര്. പേര് കൊള്ളില്ല, വേറെ വല്ല പേരും വെക്കി. പിടിക്കവനെ, ഇന്ന് അവന്റെ പണി ഞാൻ തീർക്കും. ഇന്നാ പിടിച്ചോ. നാണമില്ലല്ലോടാ നിനക്ക്? ഒരു പീറ പൂച്ചയെ പിടിക്കാൻ കഴിയില്ലേ നിനക്ക്? ഞാൻ ശ്രമിച്ചത് തന്നെയായിരുന്നു, പക്ഷെ അതിന്റെ മൂക്കിനെ കടിച്ചു പറിച്ചെടുത്തു. എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കിക്ക്? ഹാൻഡ്സ് അപ്പ്. നിക്കടാ അവിടെ. അവന്റെ കഥ ഞാൻ തീർക്കും. നിങ്ങൾ വേഗം അവനെ ഒന്ന് പോക്കി പിടിക്ക. വെക്ക് വെക്ക് വെടി, എനിക്കൊന്നും സംഭവിക്കില്ല. വെക്കടാ വെടി. ഇന്നാ പിടിച്ചോ, ഇത് നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. താങ്ക് യു കൊച്ചളിയ. എന്നെ ഞാൻ വിടില്ലടാ. എന്നെ ഒളിച്ചു നിന്ന് എറിയുകയാണോ? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ. വല്ലാത്ത ചൂടല്ലേ ഇപ്പോ? നല്ല ഐസ്ക്രീം ഏത്? കഴിക്കാൻ നോക്ക്, പിടിച്ചോ. നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? വേണ്ട. ഇന്നാ പിടിച്ചോ കിക്ക്. അയ്യോ എന്റെ കൊച്ചളിയാ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? രണ്ട് നീ കിട്ടിയടാ. നിങ്ങളുടെ കഥ കഴിഞ്ഞു. തന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ പേരാണ് പറന്നുകൊത്ത്, സംശയമുണ്ടോ? യുവമാരെ വിടരുത്, തല്ല. അടിക്ക്, വിടരുത്, കൊല്ലവന്. ഇത് പബ്ലിക്കാണ് ആശാനെ. ഇവരുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആരെ കൊണ്ടും ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. കൊല്ലവന്, കൊല്ലവന്. അവനെ വിടൂ, നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. വിടരുത്. അവന്മാരെ വേഗം പോയി അറസ്റ്റ് ചെയ്യ്. ഇനി എന്തായാലും കുറച്ച് ദിവസം ജയിലിനകത്ത് കിടന്ന് ചപ്പാത്തി കഴിക്കേ. ഞാൻ പോയിട്ട് എന്തായാലും തിരിച്ചു വരും. അപ്പൊ കാണിച്ചു തരാം. ഹണി, നീ ഒരു ധൈര്യശാലിയാണ്. നിനക്കൊട്ടും പേടിയില്ലല്ലോ. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? എന്റെ ആയുസ് വളരെ കൂടുതലാണെന്നൊരു ജ്യോതിഷി കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞതേ ഉള്ളൂ.
ഇൻസ്പെക്ടർ പാണ്ഡ, ഇവിടെ കൂടുതൽ ഫോഴ്സ് വേണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓ പക്ഷേ നമ്മുടെ ഹണിയും അവന്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് ആ കൊള്ളക്കാരൻ നിഷ്പ്രയാസം കീഴടക്കി. അയ്യോ എന്റെ ജ്യോതിഷി, സ്വപ്നത്തിൽ നിന്നും ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അങ്ങേക്ക് അറിയേണ്ടതുണ്ടോ? സ്വപ്നത്തിൽ നിന്നും ആരുടെങ്കിലും ഭാവി പറയാൻ പറ്റുമോ? ഇവൻ വലിയൊരു ഫ്രോഡാണ്. ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുക. എന്ത്? ഒരു പക്ഷേ അവനെങ്ങാനും എന്നെ വെടിവെച്ചിരുന്നെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നീ ഒരിക്കലും വിശ്വസിക്കരുത് ഹണി. നീ വിശ്വാസം അർപ്പിക്കേണ്ടത് നിന്നിലാണ്. ബൈ.